യെസ്, ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സ്, ആമസോൺ ഗ്രേറ്റ് ഇന്ത്യ സെയിൽ, ഇങ്ങനെ വലിയ വലിയ ഓഫറും ഡിസ്കൗണ്ടും കിട്ടുന്ന ഡീലുകളിൽ ശരിക്കും ഇവർ ഈ പറയുന്ന പോലെ വളരെ വിലക്കുറവിലാണോ നമുക്ക് പ്രോഡക്റ്റുകൾ കിട്ടുന്നത്, അതോ നമ്മളൊക്കെ പറഞ്ഞ് പറ്റിക്കുകയാണ്? ചില സെല്ലേഴ്സ് ഇങ്ങനെയുള്ള ഓഫറുകൾ വരുന്ന കുറച്ച് ദിവസം മുന്നേ നോർമൽ പ്രൈസിനേക്കാൾ കുറച്ച് എമൗണ്ട് അങ്ങോട്ട് കൂട്ടിയിടും. എന്നിട്ട് ഓഫർ ഡേന്റെ അന്ന് അത് നോർമൽ പ്രൈസിലേക്ക് മാറ്റും. എന്നിട്ട് അത് ഡിസ്കൗണ്ട് പ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിൽക്കും. നമുക്ക് ഇങ്ങനെയുള്ള ഓഫറിന്റെ ഡേറ്റ് ഓൾറെഡി കിട്ടുന്നതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ നോർമൽ പ്രൈസ് അതിന് മുന്നേ നോക്കി വെക്കും. എന്നിട്ട് ഓഫർ ഡേന്റെ അന്ന് നോക്കുന്ന സമയത്ത് നല്ല ഡിഫറൻസ് തോന്നും, നമ്മളത് വാങ്ങുകയും ചെയ്യും. ഇപ്പൊ പറഞ്ഞത് ഒരു കാര്യം, ചിലർ വേറെ രീതിയിലൊക്കെയാണ് നമ്മളെ പറ്റിക്കുന്നത്. നമ്മളിത് ബെസ്റ്റ് ഡീലാണെന്നൊക്കെ പറഞ്ഞ് വാങ്ങിയിട്ട് പെട്ടുപോവുകയും ചെയ്യും. എന്നാൽ ഈ വീഡിയോ കണ്ട് കഴിയുന്നത് മുതൽ ഇതുപോലുള്ള ഒരു തട്ടിപ്പുകളിലും നിങ്ങൾ പെടില്ല. ഇങ്ങനെയുള്ള എല്ലാ തട്ടിപ്പും കണ്ടുപിടിക്കാൻ പറ്റിയ ടൂളാണ് ബൈഹാറ്റക് ക്രോം എക്സ്റ്റൻഷൻ. ഇതിലൂടെ നമ്മൾ ഓഫറുകളിൽ കാണുന്നതോ അല്ലാത്തതുമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിന്റെയും ഫുൾ ജാതകം കിട്ടും. ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ അത് എത്ര പ്രൈസിനാണ് മാക്സിമം സെയിൽ ചെയ്യുന്നത്, അതിന്റെ ആവറേജ് പ്രൈസ് എത്രയാണ്, ഏറ്റവും കുറഞ്ഞ എത്ര എമൗണ്ടിനാണ് ഇത് സെയിൽ ചെയ്തിട്ടുള്ളത്, അതിന്റെ ഡേറ്റ് എന്നാണ്, കാണിച്ചിരിക്കുന്ന ഓഫർ ശരിയാണോ തെറ്റാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ ഒരുപാട് പണിയൊന്നും എടുക്കേണ്ട, സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാഷ് കളയാതെ ഇങ്ങനെയുള്ള ഓഫറുകളൊന്നും പെട്ടുപോകാതെ സാധനങ്ങൾ മേടിക്കാം. എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ഈ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് ക്രോം ഓപ്പൺ ചെയ്ത് ഗൂഗിളിൽ ബൈഹാറ്റക് ക്രോം എക്സ്റ്റൻഷൻ എന്ന് സെർച്ച് ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടും ഇതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ചടങ്ങ് കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞുള്ള ഫീച്ചർ മാത്രമല്ല, ഇതിൽ ഒരുപാട് യൂസ്ഫുൾ ആയുള്ള ഫീച്ചർ ഉണ്ട്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഒന്നാമത്തെ ഫീച്ചർ ആണ് പ്രൈസ് ഗ്രാഫ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയേണ്ട പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ സൈഡിലായിട്ട് പ്രൈസ് ഹിസ്റ്ററി എന്ന് കാണാം. അതിൽ നിങ്ങൾക്ക് ലാസ്റ്റ് 1 ഇയർ ആയിട്ടുള്ള ഈ പ്രോഡക്റ്റിന്റെ പ്രൈസ് എത്രയായിരുന്നു, അതിന്റെ ഡേറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഗ്രാഫ് ആയിട്ട് കാണാൻ സാധിക്കും. പിന്നെ നേരെ താഴെയായിട്ട് ഹൈ, ആവറേജ്, ലോ പ്രൈസ്, ഇതൊക്കെ എത്ര വരെ പോയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ കാണാം. എന്തിന് കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സിന് എത്ര എമൗണ്ടിനാണ് ഈ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തേത് പ്രൈസ് കമ്പാരിസൺ ഓപ്ഷൻ ഉണ്ട്. ഈ സെയിം പ്രോഡക്റ്റ് തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ എത്രയ്ക്കാണ് വിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ മുകളിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ലിസ്റ്റ് കാണാം. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ഇതിൽ ലോവസ്റ്റ് പ്രൈസിന് വിൽക്കുന്ന പ്ലാറ്റ്ഫോം ഏതാന്നുള്ളത് എളുപ്പത്തിൽ കണ്ടുപിടിച്ച് അതിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ എത്ര പ്ലാറ്റ്ഫോം നമ്മൾ കയറി ഇറങ്ങണം, എത്ര പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് തന്നെ നമുക്ക് ശരിക്കും അറിയില്ല. അടുത്തത് ഓട്ടോമാറ്റിക് കൂപ്പൺ അപ്ലൈ. ഈ ഒരു ഫീച്ചർ മിന്ത്ര, എജിയോ ഇങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ അറിയാത്ത ഡിസ്കൗണ്ട് കൂപ്പൺ കോഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഇതേപോലെ തന്നെ സെർച്ച് ചെയ്തുകൊണ്ട് ആ ഒരു കൂപ്പൺ കോഡ് കാർട്ടിന്റെ ഏരിയയിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക് അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഇവിടെ എനിക്ക് ഏകദേശം 200 റുപ്പീസോളം ഡിസ്കൗണ്ട് വീഴുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ 200 രൂപയും കൂടെ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടിയിരുന്നു. വളരെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ്, പ്രൈസ് അലേർട്ട് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. നമ്മൾ നോക്കി വെച്ചിട്ടുള്ള പ്രോഡക്റ്റിന് പ്രൈസ് ഓവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു പ്രൈസ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പ്രൈസ് ആകുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുള്ളത് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിലേക്ക് ഇത് ഡ്രോപ്പ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ പോയി നോക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത് ലുക്ക് ലൈക്ക് എന്ന ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് നമ്മൾ നോക്കുന്ന സ്റ്റോറിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇതേ സിമിലർ ആയുള്ള പ്രോഡക്റ്റ് ഉണ്ടോ എന്നുള്ളത് കാണിച്ചു തരും. ഫീച്ചേഴ്സ് തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ബൈഹാറ്റക്കിന്റെ സ്പെൻഡ് ലെൻസ് എന്നുള്ള ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ എത്രത്തോളം സ്പെൻഡ് ചെയ്തിട്ടുള്ളതും ഫുൾ ഡീറ്റെയിൽസും നമുക്ക് കാണിച്ചു തരും. ഇവിടെ സ്പെൻഡ് ലെൻസിൽ പോയി ഗോ ടു ഓർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോപ്പ് വരും. അതിൽ അനലൈസ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം അത് അനലൈസ് ആവും. നമ്മുടെ ഓർഡേഴ്സ് കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും ഒന്ന് ഒരു 30 സെക്കൻഡ്സോളം ഇങ്ങനെ ലോഡ് ആയതിനു ശേഷം സ്പെൻഡ് ലെൻസിന്റെ ഡാഷ്ബോർഡ് വരും. അപ്പൊ അതിൽ ഫുള്ള് ഞാനൊക്കെ എത്ര സ്പെൻഡ് ചെയ്ത് നോക്കി, ഇത്രത്തോളം എമൗണ്ട് ഇതിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രത്തോളം എമൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഏത് വേണമെങ്കിലും അനലൈസ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ജിമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലോഗിൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ അനലൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 6 മാസത്തിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്തുള്ള ഹിസ്റ്ററിയുടെ ഒരു ഗ്രാഫ് കാണാം. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ 30 ഡേയ്സിൽ ടോപ്പായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓർഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് അറിയാം. ഇവിടെ മുകളിൽ എന്റർടൈൻമെന്റ് കോളത്തിൽ ബുക്ക് മൈ ഷോ, നെറ്റ്ഫ്ലിക്സ്,
നിങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇതിൽ സിങ്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് 30 ഡേയ്സിന്റെ വാച്ച് ഹിസ്റ്ററി, ടൈം എത്രത്തോളം നിങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം സീരീസ് മൂവി ഇതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ട്, മോസ്റ്റ് വാച്ചഡ് സീരീസ് ഓർ മൂവീസ് ഏതൊക്കെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ അറിയാം. അടുത്തത് ഇതിൽ പുതിയതായിട്ട് വന്നൊരു ഫീച്ചറാണ് ഡീൽ എക്സ്പോസർ. അതായത് നമുക്ക് പ്രോഡക്റ്റിന്റെ പേജ് ഒന്നും ഓപ്പൺ ചെയ്യാതെ തന്നെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിന്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇത് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ പ്രൈസ് ആവറേജ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അപ്പൊ റെഡ് ആരോ ആണ് ഇതേപോലെ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൈസ് കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി ഗ്രീൻ ആരോ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കാണാം. ഇനി മൗസ് പോയിന്റ് ഒന്ന് അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആവറേജ് പ്രൈസ്, അതിന്റെ പെർസെന്റേജ് അതൊക്കെ ഇതേപോലെ തന്നെ കാണാം. യെസ്, ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാണല്ലോ ഈ ബൈഹെറ്റക്കിന്റെ എക്സ്റ്റൻഷൻ എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത്. അപ്പൊ ഈ എക്സ്റ്റൻഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിന്നെ ഇത് വെക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മേടിക്കുക. നേരെ പോയി വലിയ ഓഫർ ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറെ ക്യാഷ് അങ്ങോട്ട് പോയി കിട്ടും. ഇതൊക്കെ നോക്കി വാങ്ങിക്കുന്നത് നല്ലതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളതും ഇതിന് മുന്നേ നിങ്ങൾ ഇതുപോലുള്ള എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.